ഇന്നു രാത്രി നീ എൻ്റെ അടുക്കൽ വരണം. വേദപഠനം നമ്പൂതിരിക്ക് സമ്മാനിച്ചത് പരിഹാസത്തിന്റെ കൂരമ്പുകളായിരുന്നു. അക്കാലത്ത് വടക്കുന്നാഥ ക്ഷേത്രഭിത്തിയിൽ ആരോ ഒരാൾ ജീവൻ തുടിക്കുന്ന ഒരു യക്ഷിയുടെ ചിത്രം വരച്ചു. ആ ചിത്രത്തിനരികെ ചെന്ന് ആരെങ്കിലും അവളെ ക്ഷണിച്ചാൽ രാത്രി അവളോടൊപ്പം സഹശയനം ചെയ്യുക എന്നത് യക്ഷിയുടെ ഒരു പതിവായിരുന്നു. മനോബലവും കായബലവും ഉള്ളവർ അവളോടൊപ്പം ആനന്ദിച്ചുകൊണ്ടിരുന്നു. അവളെ പേടിച്ച് ആളുകൾ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാതെയായി. ഓരോ ദിവസവും പേടിയോടെയാണ് ജനങ്ങൾ കഴിഞ്ഞിരുന്നത്. മനോബലവും കായബലവുമില്ലാത്തവർ അവളുടെ കൊടുംക്രൂരതകൾക്കിരയായി. ആദിക്കിലുള്ള പുരുഷന്മാർ തങ്ങളുടെ ഊഴവും കാത്ത് ഭയത്തോടെ ഇരിക്കുകയായിരുന്നു. ഇക്കാര്യം സഹപാഠികൾക്കറിയാമായിരുന്നു. ചിത്രത്തിന് മുന്നിൽ പെണ്ണമെന്ന് നമ്പൂതിരിമാർ നമ്പൂതിരിയോട് യക്ഷിയെ ക്ഷണിക്കാൻ ആവശ്യപ്പെട്ടു. ഇന്നു രാത്രി നീ എൻ്റെ അടുക്കൽ വരണം. അർദ്ധരാത്രി ബ്രഹ്മസമ്മതം എതിരെ പ്രാപിച്ചപ്പോൾ വെൺമണി നമ്പൂതിരിയുടെ മുറിയിലേക്ക് അവൾ പ്രവേശിച്ചു. ആ രാത്രിയിൽ അവർ ബ്രഹ്മസമ്മതത്തിൽ സന്തോഷത്തോടെ സഹശയനം ചെയ്തു. എനിക്ക് പോകാൻ സമയമായിരിക്കുന്നു. ഇത്തരം ഒരു നിദ്രാസുഖം ഞാൻ മുമ്പ് അനുഭവിച്ചിട്ടില്ല. അപ്പോ എപ്പോഴാണ് വീണ്ടും വരിക? അവിടുന്ന് അനുവദിച്ചാൽ നാളെയെന്നല്ല എല്ലാ ദിവസവും അടിയൻ വരും. യക്ഷിയുടെ അനുരാഗം അനുഭവിച്ച നമ്പൂതിരി മറ്റൊരു ലോകത്തിലായിരുന്നു. അവൾക്ക് ബ്രഹ്മസമ്മതത്തെയും നമ്പൂതിരിയെയും വിട്ടുപോകാൻ മനസ്സുണ്ടായിരുന്നില്ല. ഭക്തിയുടെയും പ്രണയത്തിന്റെയും മധ്യേ അദ്ദേഹം എന്തു ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു. വെൺമണി നമ്പൂതിരി അദ്ദേഹം. നമ്പൂതിരിയുടെ പേര് യക്ഷി തന്നിലേക്ക് ആവാഹിച്ചു. ബ്രഹ്മസമ്മതത്തിലെ പുരോഹിതർ വെൺമണി നമ്പൂതിരിയെ സംശയത്തോടെ നോക്കാൻ തുടങ്ങി. അവളുടെ സാന്നിധ്യം അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയാൻ കഴിയുമായിരുന്നു. മനുഷ്യ സ്നേഹത്തിന്റെ വേദന എന്നിൽ കൂടുതലാണ്. ഓരോ രാത്രിയും കഴിയുന്തോറും മനുഷ്യനും യക്ഷിയും തമ്മിലുള്ള ബന്ധം ദൃഢമായിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ യക്ഷിയെ തളയ്ക്കാനുള്ള ശ്രമം വേദനാഥ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പ്രഭാതമാകാറായപ്പോഴേക്കും അവൾ നമ്പൂതിരിയെയും വിട്ട് പതിവ് പോലെ പോവുകയും ചെയ്തു. ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ യക്ഷിയെ കുറിച്ചുള്ള ഓർമ്മ മാത്രമായിരുന്നു. നമ്പൂതിരിക്കും യക്ഷിക്കും ഇടയിൽ അതുല്യമായ സന്തോഷം നിറഞ്ഞു നിന്നു. ആ ബന്ധം ദൃഢമായിക്കൊണ്ടിരുന്നു. അങ്ങേ പിരിയാൻ മനസ്സ് വരുന്നില്ല എനിക്ക്. പക്ഷേ പോയേ പറ്റൂ. പ്രഭാതമാവാറായില്ലേ? എന്റെ അനുമതിയില്ലാത്ത അന്യ സ്ത്രീയെ തുടരുത്. അവധി മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഇരുവരും രാത്രിയാവാൻ കാത്തിരുന്നു. അവർ പരസ്പരം പ്രണയത്തിൽ ആറാടി. വേദപഠനം പൂർത്തിയായതോടെ വെൺമണി നമ്പൂതിരിക്ക് തിരിച്ചു പോകേണ്ട സമയമായി. യക്ഷിയെ എന്നേക്കുമായി പിരിയേണ്ടി വരുമല്ലോ എന്നോർത്ത് നമ്പൂതിരി ദുഃഖിച്ചു. അങ്ങ് ഇപ്പൊ അച്ഛനോട് കൂടെ പോവാ. ഞാൻ ഇല്ലത്തും വന്നുകൊള്ളാം. വെൺമണി നമ്പൂതിരി അച്ഛൻ നമ്പൂതിരിയോടൊപ്പം സ്വന്തം ഇല്ലത്തേക്ക് യാത്ര തിരിച്ചു. നമ്പൂതിരിക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചുകൊണ്ട് യക്ഷി ഇല്ലത്തേക്ക് നന്ദം കടന്നു വന്നു. അവിടുത്തെ വിഷാദത്തിന്റെ കാരണം എന്താണ്? ദയവായി പറഞ്ഞാലും. മകനെ കൊണ്ട് വേലി കഴിപ്പിക്കുവാൻ നല്ല സ്ത്രീജാതകങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അച്ഛൻ നമ്പൂതിരി.
വേളിയെ കുറിച്ച് ഞാനിപ്പോ ചിന്തിക്കണില്ല. അതെനിക്കാവില്ല. അച്ഛാ, വേളി കഴിക്കയില്ലെങ്കിൽ ഈ തറവാടിൽ കയറരുത്. എന്റെ മുന്നിൽ നിന്ന് കടന്നു പോകും. പിതാവിന്റെ ശകാരത്തിൽ മനം നൊന്ത വെൺമണി നമ്പൂതിരി ആ രാത്രിയിൽ അത്താഴം ഉപേക്ഷിച്ചു. അധികം വൈകാതെ യക്ഷിയും വെൺമണി ഇല്ലത്ത് എത്തിച്ചേർന്നു. നമ്പൂതിരി അപ്പോഴും ദുഃഖിതനായിരുന്നു. എന്തിനാണ് ഈ കണ്ണുനീർ? അച്ഛൻ നമ്മെ വേളി കഴിപ്പിക്കണമെന്ന് പറയുന്നു. അത് ചെയ്താൽ നീയും മുന്നിലേക്ക് വരികയില്ലല്ലോ. വേളി കഴിച്ചാലും എന്നെ ഉപേക്ഷിക്കരുത്. എനിക്ക് വിരോധമില്ല. ഈ തറവാട് നശിക്കുന്നതിൽ എനിക്കും വ്യസനമുണ്ട്. വേളി കഴിച്ചാൽ ഒന്നരാടം മാത്രം സഹശയനം, പിന്നെ ഞാൻ വരും. യക്ഷിയുടെ അനുവാദത്തോടെ വെൺമണി നമ്പൂതിരി പുതിയ ജീവിതത്തിലേക്ക്. ഒരു ശുഭമുഹൂർത്തത്തിൽ വെൺമണി നമ്പൂതിരിയുടെ വിവാഹവും തിരുവെപ്പും ഭംഗിയായി നടന്നു. യക്ഷി പറഞ്ഞതുപോലെ ഒന്നരാടം കൂടെ. ഒന്നരാടും വേറെ. ഞാനവളുടെ വാക്ക് തെറ്റിക്കില്ല. വിവാഹശേഷം ഒന്നിടവിട്ട രാത്രികളിൽ അദ്ദേഹം അന്തർജനത്തിനോട് ചെറിയ കളവുകൾ പറഞ്ഞ് മാറിക്കിടന്നു. ആ രാത്രികളിലെല്ലാം യക്ഷി അദ്ദേഹത്തെ കാണാനെത്തിയിരുന്നു. യക്ഷിയുടെ സാന്നിധ്യം മറ്റൊരാൾ മനസ്സിലാക്കി എന്നറിഞ്ഞതോടെ യക്ഷി പിന്മാറുകയും ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യൂ. ഒരു കിടിലൻ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഏവർക്കും നമസ്കാരം.